കേൾവി സംസാര പരിമിതിയുള്ള കാഞ്ഞങ്ങാട് മുറിയനാവിയിലെ മാധവിയമ്മയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. കാസർഗോഡ് ജില്ലാ ബധിര അസോസിയേഷനാണ് മാതൃകാപരമായ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മാതാപിതാക്കളുടെ 3 പെൺമക്കളിൽ മൂത്തവളാണ് കാഞ്ഞങ്ങാട് മുറിയനാവിയിലെ മാധവിയമ്മ. മറ്റ് 2 സഹോദരിമാരും ദൂരസ്ഥലങ്ങളിൽ മക്കളോടൊപ്പം സകുടുംബം താമസിക്കുന്നു. അവിവാഹിതയായ മാധവിയമ്മ അച്ഛനും അമ്മയ്ക്കുമൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ മരണത്തോടെ ജീവിതം തനിച്ചായി. കേൾക്കുവാനോ സംസാരിക്കുവാനോ സാധിക്കാത്ത മാധവിയമ്മ ഏതു നിമിഷവും തകർന്നു വീഴുന്ന അവസ്ഥയിലുള്ള കൂരയിലാണ് താമസിക്കുന്നത്. ഒരു വീടിനു വേണ്ടി കയറിയിറങ്ങാത്ത ഓഫീസുകളോ സ്ഥാപനങ്ങളോ സമീപിക്കാത്ത വ്യക്തികളോ ഇല്ല. എന്നാൽ ആരും തന്നെ ഇവരുടെ ദയനീയ സ്വരം കേട്ടില്ല. അവസാനമാണ് അപേക്ഷയുമായി കാസർഗോഡ് ജില്ലാ ബധിര അസോസിയേഷനെ സമീപിക്കുന്നത്. ഇതിനു പിന്നാലെ തന്നെ അസോസിയേഷന്റെ രക്ഷാധികാരിയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ KT ജോഷിമോന്റെ നേതൃത്വത്തിൽ മാധവിയമ്മയുടെ വാസസ്ഥലം സന്ദർശിച്ചു. ഇന്ന് നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കാരണം വളരെ നാളുകളായി എനിക്ക് വീടില്ല, എനിക്ക് കയറി കിടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് അസോസിയേഷൻ ഓഫീസിൽ നിരന്തരം വരുന്ന മെമ്പർ കൂടിയായിരുന്നു നമ്മുടെ മാധവിയമ്മ. നമ്മൾ ഇവിടെ വന്ന് നോക്കുന്നിടം വരെ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയുമില്ലായിരുന്നു. എന്നാൽ കുറച്ച് തിരക്കുകൾക്ക് ശേഷം 2 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളിവിടെ വന്ന് നോക്കുമ്പോൾ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത്. ഒരു ഇടിഞ്ഞു വീഴാനായി കിടക്കുന്ന ഒരു ചാപ്പ, അതിൻ്റെ ഉള്ളു മുഴുവൻ എലിയും പാമ്പും കടിച്ച് നിർത്തിയിരിക്കുന്ന മാളങ്ങളുള്ള ഒരു വീടിൻ്റെ ഉൾവശമാണ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ ഭയം കാരണം പുറത്ത് ഒരു ഓല മേഞ്ഞ ചാപ്പയ്ക്കകത്ത് കിടക്കുകയാണെന്ന് കൂടി പറയുമ്പോഴത്തേനും ഞങ്ങളുടെ മനസ്സാകെ വിഷമിക്കുകയും എത്രയും വേഗം ഒരു നല്ല ഒരു ഭവനം, ചെറിയ ഭവനം നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി ഞങ്ങൾ അസോസിയേഷൻ ഓഫീസിലേക്ക് പോവുകയും മെമ്പർമാരോട് എല്ലാവരോടും ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി എത്രയും പെട്ടെന്ന് ഇവർക്ക് ചെയ്തു കൊടുക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യാണ്. വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഇവർക്കിവിടെ കാണാൻ കഴിഞ്ഞത്. വിണ്ടുകീറി ഏതു നിമിഷവും തകർന്നടിഞ്ഞേക്കാവുന്ന അവസ്ഥയിലുള്ള കുടിൽ, അകത്ത് എലിയും പാമ്പും പൂച്ചയുമെല്ലാം ചേർന്നുണ്ടാക്കിയ വലിയ മാളങ്ങൾ. ഇത് കണ്ടയുടനെ തന്നെ സക്കീർ, പവിത്രൻ, മുഹമ്മദ് അമീൻ, മുഹമ്മദ് റഷാദ്, TT സുനിൽ എന്നിവരടങ്ങിയ അസോസിയേഷന്റെ സാരഥികൾ ഒന്നടങ്കം ഈ അമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി നടത്തിയ ശിലാസ്ഥാപന കർമ്മം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു 1078 വീടുകൾ നമ്മൾ ഈ ഭരണസമിതിയുടെ കാലത്ത് ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ 1078 അപേക്ഷകരിൽ നമ്മുടെ മാധവിയേട്ടി പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിനവരെ പെടാതിരിക്കാനുള്ള ഒരു കാരണം ഈ ഭൂമിക്കുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല. ഒരു ഔദ്യോഗിക സംവിധാനം ആവുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷ തയ്യാറാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടത് രാമേന്ദ്രേട്ടനെയാണ്. കാരണം ഒരുപാട് നാളുകൾ ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങി കാസർഗോഡ് ഉൾപ്പെടെ ബന്ധപ്പെട്ട് അവരുടെ ഭൂമിയുടെ രേഖകൾ കൃത്യമാക്കാൻ രാമേന്ദ്രേട്ടനാണ് ഇടപെട്ടിട്ടുള്ളത്. രാമേന്ദ്രേട്ടൻ ഇടപെടുന്നതിന് നാട്ടുകാർക്ക് അത്ഭുതമൊന്നും ഉണ്ടാവില്ല. കാരണം രാമേന്ദ്രേട്ടൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ രേഖകൾ ശരിയായി മാധവിയമ്മ നിങ്ങളുടെ മുന്നിലേക്ക്, ബധിര അസോസിയേഷൻ്റെ സംഘടനയുടെ മുന്നിലേക്ക് ഈ ഒരു ആവശ്യവുമായി വന്നു. അത് നിങ്ങളും ഏറ്റെടുത്തു സന്തോഷത്തോടെ. ജോഷ് മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നേതൃത്വം നൽകി. അപ്പോൾ അവരുടെ ഒരു ആവശ്യം, ഏറ്റവും വലിയൊരു ആവശ്യം, ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സഹായം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അടച്ചുറപ്പുള്ള വീട് എന്നുള്ളത് തന്നെയാണ്. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് CH സക്കീർ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ അഷ്റഫ് കല്ലൂരാവി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചന്ദ്രൻ മുറിയനാവി, രാമചന്ദ്രൻ, AC മുഹമ്മദ് റഷാദ്, മുഹമ്മദ് അമീൻ, TT സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഭവന നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ KT ജോഷിമോൻ സ്വാഗതവും കോർഡിനേറ്റർ T പവിത്രൻ നന്ദിയും പറഞ്ഞു. ബധിരരായ മണികണ്ഠൻ, സനീഷ് എന്നിവരാണ് വീട് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള കല്ലുകെട്ട് പണികളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. തേപ്പ് പണി ചെയ്യുന്നതും ബധിരരായ യുവാക്കൾ തന്നെയാണ്.
ബദിരനായ സുമേഷ് മൈലാട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം പെയിന്റിംഗ് ജോലിയും ഏറ്റെടുത്തു. ഏകദേശം 8 ലക്ഷത്തോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വീടിന്റെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തീകരിച്ച് മാധവിയമ്മയ്ക്ക് കൈമാറാനുള്ള ആഗ്രഹത്തിലും ഉദ്യമത്തിലുമാണ് കാസർഗോഡ് ജില്ലാ ബദിര അസോസിയേഷൻ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.